അങ്ങനെ ഞങ്ങൾ എക്സിറ്റ് കണ്ടുപിടിച്ച് വന്നപ്പോൾ ഒരു എക്സിറ്റ് എന്ന് പറഞ്ഞാൽ ദുബായ് മാളിൽ ഓപ്പൺ ചെയ്യുന്നത് ബുർജിലോട്ടാണ് കേട്ടോ, ബുർജ് ഖലീഫയിലോട്ട്. അപ്പോൾ ഞങ്ങൾ അത് കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ വന്നിറങ്ങി. പക്ഷേ ഞങ്ങൾ വന്നിറങ്ങിയിട്ട് വലതുവശത്ത് നോക്കാതെ ഇടതുവശത്തോട്ടാണ് നടന്നുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ അത് മാത്രം കാണുന്നില്ല. അങ്ങനെ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക, ഇപ്പോൾ എത്തുമെന്ന് പറഞ്ഞ സംഭവം. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ നടന്നിട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഈ സൈഡിലായിരുന്നു ആ ബുർജ് ഖലീഫ. പക്ഷേ നല്ല രസമായിരുന്നു. വ്യൂ മൊത്തം ആ ഏരിയ ഫുള്ള് കാണാൻ നല്ല വൈബ്, എത്ര നേരം നിന്നാലും മതിയാകാത്ത ഒരു വൈബുള്ള സ്ഥലമായിരുന്നു ഇത്. അങ്ങനെ ഞാനിത് കണ്ടു. ഇത് കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഇത്രയും അടുത്ത് വെച്ച് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു ദുബായ് മാളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ. പിന്നെ കുറേ നേരം ഞങ്ങൾ ഇവിടെ നിന്നു പല രീതിയിലുള്ള ഫോട്ടോസ് എടുത്തു. അപ്പം ഇവിടെ ന്യൂ ഇയറിൻ്റെ പിറ്റേ ദിവസമാണ് ഞാനിവിടെ വന്നത് കേട്ടോ. പിന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് സമയമായി. അപ്പോൾ അതിന് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു ഈ ബുർജിൽ അന്നേരം. അപ്പോൾ ഞങ്ങൾ അത് കാണാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. കറക്റ്റ് ആ സമയത്താണ് വന്നിറങ്ങിയത്. അപ്പോഴത്തേക്കും അവിടുത്തെ ഇങ്ങനെ ലൈറ്റ് ഷോസ് തുടങ്ങി ബുർജിനകത്തോട്ട്. തുടങ്ങുന്നവരെയുള്ള സമയം ഞങ്ങൾ രണ്ടും കൂടി ഇങ്ങനെ കുറേ നടന്ന് കാണാനല്ലാതെ വേറെ ഒന്നുമില്ല. കാരണം ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവാണ്. കുറേ ആൾക്കാരായിരുന്നു കഴിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഫോട്ടോസ് എടുത്ത് അവിടെ നിന്ന് ഏതെല്ലാം രീതിയിലാണ് ഫോട്ടോ അതെല്ലാം നോക്കിയെടുത്ത്. അപ്പോഴത്തേക്ക് ലൈറ്റ് ഷോ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാണത്, നല്ല ഭംഗിയായിരുന്നു കാണാൻ. പിന്നെ മ്യൂസിക്കും ഉണ്ട്. ഏകദേശം ഒരു അരമണിക്കൂർ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പല രീതിയിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നു. പക്ഷേ നല്ല രസമായിരുന്നു നേരിട്ട് കാണാനായിട്ട്. എനിക്കത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയത്തില്ല. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാനിത് കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു.